അരവയർ മുറുക്കി സ്കൂളിലേക്ക് പോയിരുന്ന അനിലിന് പക്ഷെ വൈകിട്ട് വീടെത്തുമ്പോഴേക്കും വല്ലാതെ വിശന്നിരിക്കും. വീടിന് തൊട്ടടുത്തുള്ള തെങ്ങിൻ തോപ്പിൽ ഓലമെടയുന്ന അമ്മയുടെ അടുത്തേക്ക് പിന്നെ ഒരു ഓട്ടമാണ്. അവിടെ നല്ല പഴുത്ത വരിക്കച്ചക്ക അനിലിനായി അമ്മ മുറിച്ചു വെച്ചിട്ടുണ്ടാകും. അനിലിനെ വളർത്തിയതും വയർ നിറച്ചതുമെല്ലാം ചക്കയാണ്. ഇന്ന് അനിലിന് മാധുര്യമേറിയ ജീവിതം നൽകുന്നതും ചക്കയും പ്ലാവും തന്നെ. ജോലി തേടി അനിലെത്തിയത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലെ തോട്ടത്തിലാണ്. അന്നു മുതൽ അവിടെ പ്ലാവ് ബെഡിംഗ് സെക്ഷനിലാണ് അനിൽ. ഒപ്പം ഇപ്പോൾ താമസിക്കുന്ന ദക്ഷിണ കാനഡ ജില്ലയിലെ പുത്തൂരിൽ സ്വന്തമായി ജാക്ക് എന്ന പ്ലാവിൻ തൈകളുടെ നഴ്സറിയും തുടങ്ങി. ഇന്ന് അനിൽ ജാക്ക് അനിലാണ്. രുചിയിലും ഗുണത്തിലും വിഭിന്നമായ സർണ, ഭൈരചന്ദ്ര, ഹച്ചഹള്ളി, രുദ്രാക്ഷി, മംഗള റെഡ്, സിന്ദൂര, ഉത്തമ തുടങ്ങി 150ഓളം ഇനങ്ങൾ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. അപൂർവ പ്ലാവുകൾ കണ്ടെത്തി അവയുടെ കമ്പുകളിൽ നിന്ന് ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് രീതിയിൽ പുതിയ തലമുറ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൊട്ടിച്ചെടുക്കാൻ പാകത്തിൽ കൂടകളിൽ വളർത്തുന്ന പ്ലാവിൻ തൈകളുടെ ശേഖരം അനിലിനുണ്ട്. ഇവിടത്തേക്ക് പറ്റിയ വെറൈറ്റീസ് നല്ല നമ്മളെ നാട്ടിൽ കായ്ക്കുന്ന നല്ല മരങ്ങൾ കണ്ടെത്തി ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് നടുകയെന്നുള്ളതാണ് എൻ്റെ പോളിസി. അപ്പം ഇപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് കേരളത്തിൽ കച്ചവടം ചെയ്യാൻ വന്നിട്ടില്ലായിരുന്നില്ല. കർണാടകത്തിലായിരുന്നു നമ്മുടെ ഏരിയ. ഇനി കർണാടകത്തിൽ കാർഷിക സർവകലാശാലയിൽ പ്ലാവ് ബഡിങ് ടെമ്പറായിട്ട് പണിയുണ്ട്. അത് കാരണം അവിടെയുള്ള ചില വെറൈറ്റികൾ ഇവിടത്തേക്ക് പറ്റുന്ന, അതായത് ഒരു JP1, അതായത് സീസൺ മുമ്പേ കായ്ക്കുന്നത്, എങ്ങനെ ചക്ക ഇല്ലാത്തപ്പോൾ കായ്ക്കുന്ന പ്ലാവുകൾ, അല്ലെങ്കിൽ സീസൺ കഴിയാറാകുമ്പോഴേ കായ്ക്കുന്ന പ്ലാവുകൾ, പിന്നെ വർഷം മുഴുവൻ കിട്ടുന്നത് നല്ല ഒന്നാന്തരം ചെമ്പരത്തി വരിക, ചുമന്ന കളർ, അതൊക്കെ പോയി ഇവിടെ നിന്ന്. അങ്ങനെയുള്ള നല്ല വെറൈറ്റികൾ കുറേ അധികം ഉണ്ട് എൻ്റെ. ബഡ് തൈകൾ 1 വർഷം വരെ പരിചരിച്ച് വളർത്തിയ ശേഷം കൃഷിക്കാർക്ക് നൽകുന്നു. കേരളത്തിലും കർണാടകത്തിലുമുള്ള മികച്ച മാതൃവൃക്ഷങ്ങളുടെ കമ്പുകൾ ഒട്ടിച്ചെടുത്താണ് അനിൽ പുതിയ തൈകൾ വികസിപ്പിച്ചെടുക്കുന്നത്. പക്ഷേ പണ്ടുകാലത്ത് തൈകൾ പലതും ആരും വാങ്ങാനില്ലാതെ വെട്ടിക്കളയേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ചക്കയുടെ ഗുണം പ്രചരിപ്പിക്കുന്നതിൽ നിന്നോ പ്ലാവിൻ തൈകൾ വിതരണം ചെയ്യുന്നതിൽ നിന്നോ അനിൽ പിന്മാറിയില്ല. ഇപ്പോൾ പ്ലാവിന്റെ നല്ല കാലം വന്നെന്ന് അനിൽ പറയുന്നു. ചക്കപ്പുഴുക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കുമെന്ന വാർത്തകൾ വന്നതോടെ പ്ലാവിൻ തൈകൾക്കും ഡിമാൻഡ് കൂടി. വീട് വെക്കുമ്പോഴും വിറകാവശ്യത്തിനും തുടങ്ങി എന്തിനും ഏതിനും പ്ലാവിന്റെ കടക്കൽ കത്തിവെച്ചവർ പലരും ഇന്ന് പ്രമേഹം പിടിപെട്ടപ്പോൾ പ്ലാവ് വളർത്തുകയാണ്. ആൾക്കാർക്ക് ഇപ്പം പ്ലാവിനോട് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇപ്പം മറ്റൊന്നും ഇല്ല. ശുദ്ധമായ ഭക്ഷണം എന്ന് പറയാനായിട്ട് കെമിക്കൽ ഇല്ലാത്തൊരു ഭക്ഷണം പ്ലാവ് മാത്രമാണ്. എന്നും ഇത് തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും. പ്ലാവിന് തിരിച്ച് വരിക തന്നെ ചെയ്യും, ഉറപ്പുണ്ട് എനിക്ക്. ഇത് അറിഞ്ഞിട്ടാണ് 10-15 വർഷം മുമ്പ് തന്നെ, ചെറുപ്പകാലം മുതലേ ചക്ക ഇഷ്ടമായിരുന്നു. പക്ഷേ 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് തന്നെ നമ്മൾ പ്ലാവിനെ പിറക്കുകയാണ്. ഇപ്പോൾ നല്ല പേരായി. പണ്ട് നമ്മൾ വളർത്തിയ പ്ലാവ് 6 അടി 8 അടിയായിട്ട് മുറിച്ച് കളഞ്ഞ സമയം ഉണ്ടായിരുന്നു, ആരും വാങ്ങാണ്ട്. ഇപ്പോൾ അത് പോയിട്ട് 2 അല്ല 3 അല്ല ആകുമ്പോഴേക്കും തൈക്ക് ക്യൂ നിൽക്കുകയാണ്. ഇപ്പോഴും ആ സ്റ്റേജ് വന്നപ്പോഴും. കൊച്ചിയിൽ ഇതാദ്യമായി അനിൽ തന്റെ പ്ലാവ് തൈകൾ കൊണ്ടുവന്നു. കൊച്ചിക്കാരെല്ലാം ക്യൂ നിൽക്കുകയായിരുന്നു അനിലിന്റെ പ്ലാവിൻ തൈകൾ വാങ്ങാൻ. ഓരോ പ്ലാവ് വിൽക്കുമ്പോഴും അനിലിനറിയാം താൻ വിൽക്കുന്നത് അന്നവും തണലുമാണെന്ന്. അതിനേക്കാൾ വലിയ പുണ്യം എന്തെന്നും അനിൽ ചോദിക്കുന്നു. അഭിലാഷ് ഗോപിനാഥ്.